ദർശകരെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഞാനിന്ന് തൃശ്ശൂരിൻ്റെയും വാളയാറിൻ്റെയും കേരളത്തിൽ തിരക്കേറിയ ഒരു റോഡ് ഉണ്ട്. അതായത് കുതിരാൻ തുരങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കുതിരാൻ തുരങ്കം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഇന്ന് നിലത്തുറയ്ക്കാണ്ട് നിലത്ത് അത്ര നല്ല സ്പീഡിൽ വാഹനങ്ങൾ രണ്ട് സൈഡിൽ കൂടെ പാഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ പഴയ ഒരു ചെറിയ ഹൈവേ ഉണ്ട്. ആ ഹൈവേയിൽ ഒരു അമ്പലമുണ്ട്, കുതിരാൻ എന്ന് പറഞ്ഞ കുതിരാൻ അയ്യപ്പ ക്ഷേത്രം. അപ്പോൾ ആ കുതിരാൻ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും അവിടുത്തെ കച്ചവടക്കാരുടെ ഇന്നത്തെ അവസ്ഥയും അത് എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് ഇപ്പം നിലവിൽ എന്നുള്ളത് ഞാൻ പ്രേക്ഷകർക്കൊന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ആ വീഡിയോ ആ അമ്പലത്തിൻ്റെ അടുത്തേക്കുമാണ് ഞാൻ വന്നത്. പ്രേക്ഷകരെ, ഏലിയമ്മ എന്ന് പറയുന്ന 75 വയസ്സുള്ള ഒരു അമ്മയുടെ മാത്രമല്ല ഇവിടെ നിരവധി കടകളുടെ ഉപജീവനം വരെ നഷ്ടപ്പെട്ടിരിക്കുക. കാരണം ഹൈവേ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് മാറിയപ്പോൾ ഇവരുടെ ജീവിതങ്ങളെല്ലാം ബുദ്ധിമുട്ടാണ്. ഇവിടെ തികച്ചും ഈ കടക്കാർക്ക് കച്ചവടമില്ല. അപ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ആ അമ്മയുടെ വിവരങ്ങൾ എന്താണെന്ന് ചോദിച്ചത്. ഏലിയമ്മ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 44ാമത്തെ വർഷമാണ് ഇത് തുടങ്ങിയിട്ട്. കട ഇപ്പം ഇല്ലെങ്കിൽ തന്നെ 40 വർഷം ചെയ്തേ പിന്നെയാണ് റോഡ് അപ്പുറം പോയിട്ട് ഇവിടെ ഇത്ര നിരാശയായി തീർന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എല്ലാ വിധത്തിലും അതെ, ഒരു വിധത്തിലല്ല. ഒരു വാഴക്കട കിട്ടില്ല, വാഴയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഉള്ളവരുടെ ആയാലും തേങ്ങ കിട്ടാനുള്ള സാധ്യത കുറവാണ്. മലയെണ്ണാനും കുരങ്ങും നിരന്തരം പരിക്കകത്ത് കയറി ഈ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്ന സാധനം കൊണ്ട് എടുത്തോണ്ട് പോകും. വസ്ത്രങ്ങൾ ഇട്ടാൽ പോലും കിട്ടില്ലോ കഴുകായിട്ട്, അതൊക്കെ കുരങ്ങെടുത്തോണ്ട് പോകും. അങ്ങനെയുള്ള ഭയങ്കര ശല്യങ്ങൾ തന്നെയാണ്. കുരങ്ങിനെ കൊണ്ടാണ് ഇപ്പം സൈക്കോ 10-50 എണ്ണം കൂട്ടമായിട്ട് വരുവാണ്. അല്ലാണ്ട് ഒന്നും ഇവരുടെ ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെരയുടെ പുറത്തേക്ക് നോക്കിയത് അങ്ങോട്ട് ഓടോ എടുത്ത് കളഞ്ഞിട്ട് അവര് കളഞ്ഞിട്ട് പോകല്ലോ, അവർ അകത്ത് കിടന്ന് എല്ലാം നശിപ്പിക്കാൻ തന്നെയല്ലോ. ഈ ഓടിട്ടിട്ടെടുത്ത് ഇതുപോലെ എല്ലായിടത്തും ചീറ്റിട്ടെടുത്ത് ഇത്ര ശല്യമില്ല, ഓടിട്ടെടുത്താണ് ഇതിന്റെ ശല്യം. കർഷകർ ഇത് കണ്ടല്ലോ, എത്രയും പെട്ടെന്ന് ഈ റോഡൊന്ന് തുറന്നു കൊടുത്ത് ഈ പാവങ്ങളുടെ ഒരു ഉപജീവന മാർഗത്തിന് എന്തെങ്കിലും ഒരു മാർഗമായി തീരണം. അത് കൂടാണ്ട് നമ്മുടെ അയ്യപ്പൻ കുന്നിൽ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഈ ദുരന്തങ്ങളും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നാണ്. കർഷകരെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഓക്കെ. ദുരന്തത്തിലാണ് ആ ഒരു 2 മാതാപിതാക്കളുടെ ഒരു വീഡിയോസാണ് ഞാൻ തരുന്നത്. ഇവിടെ എത്ര വർഷമായി കച്ചവടം തുടങ്ങിയിട്ട്? 15 വർഷം കൊണ്ട് കച്ചവടമാണ് അല്ലേ? ഇപ്പൊ എന്താ ഈ 2 പേരും കൂടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്? ഇത് നമ്മുടെ പഴയ കച്ചവടക്കടയാണ് അല്ലേ? ഇപ്പം വണ്ടികളൊന്നും പോകാത്തോണ്ട് ഭയങ്കര കഷ്ടത്തിലാണ്. അച്ഛനെന്താ സുഖമില്ലേ? എവിടെ വെച്ചിട്ട്? ഓ, എന്നിട്ട് ഈ 2 പേർക്കും ജീവിക്കാൻ പിന്നെ എന്താ മാർഗം? പെൻഷനോ? മക്കളൊക്കെ ആരും നോക്കുന്നില്ലേ? മക്കളൊക്കെ സുഖമായിട്ട് കല്യാണം കഴിച്ച് അവരുടെ ഭാഗത്തേക്ക് പോയി. നിങ്ങളിങ്ങനെ വഴി പെട്ടു അല്ലേ? ഇപ്പൊ ഈ റോഡൊന്ന് വന്നാലേ അല്ലേ എന്തെങ്കിലും ഒരു വളരെ കഷ്ടത്തിലാണ്. കർഷകർ കേട്ടില്ലേ, ഇതേപോലുള്ള മാതാപിതാക്കൾ തികച്ചും കഷ്ടത്തിലാണ്. ഇതൊക്കെ കണ്ടും കാണാതെയും പോയല്ലോ, പോകരുതും. ഇവരെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ കച്ചവടം ചെയ്തും ജീവിച്ച അതേപോലെ അമ്മ പറയുന്നത് എന്താ അറിയോ? ആനയുടെ ശല്യം ഉണ്ടല്ലേ? ആന വരുന്നുണ്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ട് പ്രയാസമാണല്ലേ? അല്ലെ, ആനയും കുരങ്ങും ഒക്കെ ഭയങ്കര ശല്യം എന്ന് പറയുന്നത്. ഇപ്പൊ എങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കാണുന്നവരെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം ഈ നാട്ടിനെ. ഞാൻ എന്തായാലും അയ്യപ്പൻ കുന്നിലെ നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്.
പ്രേക്ഷകരെ കണ്ടില്ലേ, ഇതാണ് കുതിരാൻ മല എന്ന് പറയുന്ന അയ്യപ്പ ക്ഷേത്രം. നിരവധി ഭക്തരും നിരവധി അയ്യപ്പന്മാരും ഇവിടെ വന്ന് മാല ഊരാനും അയ്യപ്പ ക്ഷേത്രത്തിൽ പോകാനും, അതേപോലെ ഇന്ത്യ രാജ്യത്തു നിന്ന് പല സംസ്ഥാനത്തു നിന്ന് നിരവധി വണ്ടികൾ ഈ കുന്ന് കയറാണ്ടാവുമ്പോൾ അയ്യപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന് ആ ലോഡ് വണ്ടി കയറിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് പൈസയിട്ട് നാളികേരം എറിഞ്ഞ് പോകുന്ന ഒരു അമ്പലമാണ്. ഇന്ന് 15ഓളം തൊഴിലാളികളുള്ള ഈ അമ്പലം, നിത്യം അന്നദാനം നടന്ന ഈ അമ്പലം ഇന്ന് ആഴ്ചയ്ക്ക് 2 ദിവസം അന്നദാനം, 5 പൂജ നടന്ന അമ്പലത്തിൽ ഇന്ന് 2 പൂജയായി, 15 പേരിൽ 3 പേരായി ചുരുങ്ങി. വളരെ കഷ്ടത്തിൽ ഇവിടുത്തെ ജനവും ഈ അമ്പലവും വരുമാന മാർഗമല്ല. ഞാൻ പറയുന്നത് എത്ര ഭംഗിയായി നടന്ന ഭഗവാൻ ശ്രീ അയ്യപ്പനാണ്. ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു അവസ്ഥയായി, ഭയങ്കര ദയനീയാവസ്ഥ. പ്രേക്ഷകർ കാണണം. ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ പരമാവധി ആൾക്കാർ എത്തി ഒരു വരുമാന മാർഗം. അതേപോലെ ഈ റോഡ് തികച്ചും ഒരു ഭാഗം ഭഗവാനെങ്കിലും ഓർത്തൊരു റോഡ് ഇതിലേ കൂടെയാണ് അവർ കൊടുത്ത് അപ്പുറത്തോടെ വിട്ടിരുന്നെങ്കിൽ പോലും ഇത്രയും ജനങ്ങളുടെയും ഈ കച്ചവടക്കാരുടെയും ഈ അമ്പലത്തിൻ്റെയും വരുമാനം മുട്ടില്ല. ഭയങ്കര ദയനീയാവസ്ഥയാണ്. എന്തായാലും ഞാൻ ആ അമ്പലത്തിന് ഉള്ളിലും കൂടി നിങ്ങൾക്ക് ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു. കണ്ടല്ലോ, ആളുമില്ല. എന്നാൽ ഇഷ്ടംപോലെ അയ്യപ്പന്മാർ വാസ് ചെയ്യുന്ന ഹൈവേയാണ്. ഇത്ര അയ്യപ്പന്മാർ വന്നു പോയ സ്ഥലമാണ്. എത്രയോ ജനങ്ങൾ വന്നു പോകുന്നു, നാട്ടിലുള്ള ആൾക്കാരൊക്കെ. ഇന്ന് ആകെ 2 തൊഴിലാളികളും പൂജയും മുടങ്ങി, എല്ലാം മുടങ്ങി. വളരെ ദുരിതത്തിൽ കഷ്ടം തോന്നും. അത്ര മോശമായ അവസ്ഥയാണ്. ഒരുപാട് അന്നദാനങ്ങളൊക്കെ നടന്നുണ്ട്. ദയവ് ചെയ്ത് ഇതിനൊരു മാർഗം കണ്ടെത്തണം. അത് സർക്കാരായാലും ശരി, നാട്ടുകാരായാലും ശരി, ആര് തന്നെയായാലും ശരി, സംഘടകരായാലും ശരി, ഇത് കൈവിടരുതും. ഈ വീഡിയോ പരമാവധി റോഡ് തുറന്ന്, അല്ലെങ്കിൽ എല്ലാവരും ഈ അയ്യപ്പ ക്ഷേത്രത്തിനെയും ഈ ഭഗവാനെയും കൈവിടില്ല എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് മാക്സിമം ഈ വീഡിയോ എല്ലാ ജനങ്ങളിലേക്കും എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രേക്ഷകരെ, അടുത്ത വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും. നെന്മാറ ക്യാമറമാൻ സുകുമാരനൊപ്പം മകേഷ് വടക്കഞ്ചേരി. നമസ്കാരം.